നമ്മുടെ ഇവിടെ കാനഡയിലെ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ക്രിസ്മസ് ട്രീയും പിന്നെ ഡെക്കോർ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ഷോപ്പിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. കാനഡയിലെ ക്രിസ്മസ് അറൈവൽസിൽ ഡെക്കറേഷൻ ഷോപ്പാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാം, അതല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡെക്കോർ ഐറ്റംസ് വാങ്ങിച്ചുകൊണ്ട് പോവാം. മെയിനായിട്ട് ഇവിടുത്തെ ആളുകൾ വാങ്ങിക്കുന്നത് ക്രിസ്മസ് ട്രീ ആണ്. അതായത് നമുക്ക് ഇവർ സ്വന്തമായിട്ട് നഴ്സറി നടത്തുന്നുണ്ട്. അപ്പോൾ ആ നഴ്സറി പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള മരം ചൂസ് ചെയ്യാം. ചില ആൾക്കാർ വീടിൻ്റെ അകത്തുള്ള മരമാണ് ചൂസ് ചെയ്യുക, അതായത് വീടിൻ്റെ അകത്ത് വെക്കാൻ പറ്റുന്ന മരങ്ങൾ. ചില ആൾക്കാർ വീടിൻ്റെ പുറത്ത് വെക്കാൻ പറ്റുന്നുള്ള ക്രിസ്മസ് ട്രീ ആണ് ചൂസ് ചെയ്യുക. അപ്പോൾ ആ ക്രിസ്മസ് ട്രീ നമുക്ക് റോയായിട്ട് വെട്ടിയെടുത്തുകൊണ്ട് പോവാം. അതല്ലെങ്കിൽ ഇവർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ക്രിസ്മസ് ട്രീ ഡെക്കോർ ചെയ്തിട്ട് നമുക്ക് തരും. അപ്പോൾ അതാണ് ഇവിടെ. അപ്പം മിക്ക ആൾക്കാരും കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് ക്രിസ്മസ് ട്രീ റോയായിട്ട് വെട്ടിക്കൊണ്ടുപോയിട്ട് സ്വന്തമായിട്ട് ഡെക്കറേഷൻ ചെയ്യാറാണ് പതിവ്. അതുപോലെ തന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ, നമ്മൾ പറയുന്ന പോലെ ഓൾ ഇൻ വൺ ആണ് ഇവിടെ. നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡെക്കറേഷൻ ഐറ്റംസും നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇതേപോലുള്ള റെഡിമെയ്ഡ് ആയിട്ടുള്ള ക്രിസ്മസ് ട്രീസ് നമുക്ക് കൊണ്ടുപോകാം. അതല്ലെങ്കിൽ ഇവിടെ റോ ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാം. പിന്നെ മിക്ക യൂറോപ്യൻ സൈഡിൽ നമ്മൾ കാണുന്നതാണ് ഈ ഹാങ്ങിങ് ഫ്ലവേഴ്സ്. വീടിൻ്റെ ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് നമ്മൾ കാണുന്നതാണ് ഹാങ്ങിങ് ഫ്ലവേഴ്സ്. അപ്പോൾ ക്രിസ്മസ് അറൈവൽ പ്രമാണിച്ച് റെഡ് കളറിൽ ഇഷ്ടം പോലുള്ള നഴ്സറി ഫ്ലവേഴ്സും അതേപോലെ തന്നെ ചെടികളും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ സാധനങ്ങൾ വേണമെങ്കിൽ അതും പർച്ചേസ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതെല്ലാം ഈ ഒരു ഷോപ്പിൽ നിന്നാണ് നമുക്ക് കിട്ടുക. അതായത് ഈ ക്രിസ്മസ് അറൈവൽ ഷോപ്പ് എന്ന് പറയുന്ന ഒരു ഷോപ്പ് തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഷോപ്പിൽ നിന്നാണ് നമ്മളിതെല്ലാം പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക. വീടിൻ്റെ അകത്ത് വയ്ക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ നഴ്സറി ആയിട്ടുള്ള ചെറിയ ചെറിയ ചെടികളും എല്ലാവരും നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ നാട്ടിൽ ക്രിസ്മസ് ഡിസംബർ 25 നമ്മൾ എങ്ങനെയാണ് ആഘോഷിക്കുക, അതേപോലെ തന്നെയാണ് ഇവിടെ ഡിസംബർ 1 തുടങ്ങി ഡിസംബർ 30 വരെ ആഘോഷിക്കുക. പിന്നെ ന്യൂ ഇയർ ആണ്, അതിൻ്റെ ആഘോഷമുണ്ട്. അപ്പം ഒരു ഡിസംബർ ഫുൾ മന്ത് വരെ ഇവിടെ ഭയങ്കര സെലിബ്രേഷനായിരിക്കും. എല്ലാ വീടുകളിലും ലൈറ്റും അതേപോലെ തന്നെ ക്രിസ്മസിൻ്റെ ഡെക്കോർ ഐറ്റംസ് എല്ലാം വെച്ച് എല്ലാ വീടുകളും മാക്സിമം ഡെക്കറേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ക്രിസ്മസ് കാര്യങ്ങൾ ആഘോഷിക്കുക. പിന്നെ ഇപ്പോൾ ഏത് സിറ്റി ആണെങ്കിലും ആ സിറ്റിയുടെ വക ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാനും ആ സിറ്റിയിൽ ചെയ്തു കൊടുക്കും. അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ക്രിസ്മസ് ഡെക്കറേഷൻ അല്ലെങ്കിൽ ക്രിസ്മസ് അറൈവൽസ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക, നെക്സ്റ്റ് വ്ളോഗ്സ് എല്ലാം വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ദെൻ സ്റ്റേ ട്യൂൺ. വ്ളോഗ് ടെയിൽസ് വിത്ത് എൽസ.